അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കാണുന്നത്. നമ്മുടെ ഈ കേരളത്തിലും കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം വഖഫ് പ്രതിഷേധത്തിൽ എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചാണ്, സോളിഡാരിറ്റി നടത്തിയ മാർച്ചാണ്. അവിടെ നമ്മൾ യഹിയ സിൻവാറിൻ്റെയും മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ്റെയും ഒക്കെ ചിത്രങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ബാനറുകളാക്കി വലിയ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ വഖഫും ഈ പറയുന്ന ഹമാസും തമ്മിൽ എന്ത് ബന്ധം, മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ അനാവശ്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അവിടെ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുമായി നിങ്ങൾ വളരെ കൃത്യമായി സഹകരിക്കുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. അവിടെ കോൺഗ്രസിന്റെ വക്താവ് ജിൻഡോ ജോണിന്റെ പടമടക്കം ഞാൻ അവിടെ കാണുകയുണ്ടായി. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്ര സങ്കല്പത്തിന്റെ കൂടെ കോൺഗ്രസും നിൽക്കുന്ന കാഴ്ചയാണ് അങ്ങ് കരിപ്പൂരിൽ കണ്ടത്. നിലിമ, സൗദി രാജവംശത്തിന്റെ എന്താ പറഞ്ഞ പിന്തുടർച്ചക്കാരനാണല്ലോ ഇപ്പൊ ഇന്ത്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സൗദി അറേബ്യയിൽ ഈ ഗാസായിക്ക് വേണ്ടിയോ ഇല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഒരു പ്രകടനവും ഞങ്ങൾ അനുവദിക്കുകയില്ല, ഞങ്ങളുടെ ഒരു വിഷയമല്ല എന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് പത്രങ്ങളിലൊക്കെ വന്നു. പക്ഷേ നീലിമയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാല്, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ഹർത്താൽ നടത്തുന്ന ഏക സംസ്ഥാനം, ഏക പ്രദേശം നമ്മുടേതാണ്. കാരണം ഇവിടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നു ചില കാര്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ മതേതരത്വം എന്ന ആ ഒരു സങ്കല്പം ഞാൻ ചോദിക്കുന്നത്, അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? എന്തിനാണ് നിങ്ങളുടെ വക്താവ് ജിൻഡോ ജോൺ പോയത് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ? ജിൻഡോ ജോൺ അവിടെ പോയി പറഞ്ഞത് കേട്ടിരുന്നോ? അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നെ എല്ലാവരും ജിഹാദി ജോൺ എന്നാണ് വിളിക്കുന്നത്, പക്ഷെ എന്റെ ഉറച്ച വിശ്വാസം എന്റെ കർത്താവ് ഈ സമരപന്തലിൽ എന്നോടൊപ്പം ഉണ്ടെന്നാണെന്നാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സമരപന്തലിൽ അദ്ദേഹത്തോടൊപ്പം കർത്താവ് ഉണ്ട്. ജിഹാദി ജോൺ എന്നുള്ള പേര് അദ്ദേഹം വളരെ അഭിമാനപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സമരത്തിൽ പോയെന്ന് എനിക്കറിയില്ല, ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് വാട്സപ്പ് ചെയ്ത് തരാം. കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി വലിയ പ്രചാരണം നടത്തിയിരുന്നു. ജിൻഡോ ജോണിന്റെ പടമൊക്കെ വെച്ചുകൊണ്ട് പ്രത്യേകം ഫ്ലെക്സ് ഒക്കെ അടിച്ച് ഞങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ വക്താവ് തന്നെ ചാനൽ ചർച്ചകളിൽ വരുന്ന വക്താവ് തന്നെ വരുന്നു എന്ന് വലിയ പ്രചാരണം അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല, അതിന്റെ ഒരു ന്യായങ്ങളെ കുറിച്ച് ഇപ്പം ഏതായാലും ജിൻഡോയുമായിട്ട് സംസാരിക്കാത്തതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അല്ല, ജിൻഡോ എന്നുള്ളതല്ല ശ്രീ സേനാപതി വേണു പ്രശ്നം. കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ഇവിടെ ഈ സോളിഡാരിറ്റി നടത്തുന്ന ഒരു മാർച്ചിൽ എന്തിനു ഭാഗമാകണം എന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ആ പ്രശ്നമാണ് ചോദിക്കുന്നത്. അല്ല, ഈ വഖഫ് ബില്ലിനെതിരെ ഏതായാലും കോൺഗ്രസ് ഈ ബില്ലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാട് പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ കാര്യത്തിലുള്ള നിലപാട് അത് സുവ്യക്തമായ ഒരു കാര്യമാണ്. അത് എന്താ പറഞ്ഞ ഞങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം. ഞാനിവിടെ ശങ്കുറ്റിദാസ് പറഞ്ഞ ഒരു കാര്യത്തിന് അനുബന്ധമായിട്ട് ഇപ്പൊ ഡൽഹിയില് കുരുത്തോല പ്രതിഷ്ഠം, സാധാരണഗതിയിൽ ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും ഡൽഹിയിൽ തുടങ്ങിയതല്ല. സായിപ്പന്മാർ ഭരിക്കുന്ന കാലം അവർ പോയതിനു ശേഷം ഇത് നിരന്തരമായിട്ട് തുടർന്നു വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഈ വർഷം മാത്രം എന്താണ് ഇതിൻ്റെ അകത്തൊരു സുരക്ഷാ പ്രശ്നം? ഇപ്പോൾ ബജറംഗ് ദളുകാരുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഈ പരിപാടി നിരോധിച്ചു എന്ന് അതല്ല. അവിടുത്തെ ഒരു ചോദ്യം എന്തെന്ന് ചോദിച്ചാല്, ഇത് ഇത്രയും കാലമായിട്ട് തുടർന്നു വരുന്ന ഒരു കാര്യത്തിന് സേനാപതി വേണു, അതിലൊരു ക്ലാരിഫിക്കേഷൻ വളരെ കൃത്യമായി നടത്തി പോകേണ്ടതുണ്ട്. കാരണം അതൊരു അജണ്ടയുടെ പുറത്താണ് ഇത്തരത്തിലൊരു പരാമർശങ്ങളൊക്കെ വരുന്നത്. ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയ്ക്ക് പോലും അനുമതിയുണ്ടായിരുന്നില്ല. അതുപോലെ അവിടെ മറ്റ് പല ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടും അനുമതി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. കൊടുംഭീകരനായ തഹാവൂർ റാണയെ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖലയായി ഡൽഹി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ ഈ കുരുത്തോല പ്രദർശനത്തിന് അനുമതി നൽകാതിരുന്നതും അത് പറ്റില്ല എന്ന് പറഞ്ഞതും. അക്കാര്യം ക്രൈസ്തവ സഭാ നേതൃത്വം തന്നെ ആ വിഷയം അംഗീകരിക്കപ്പെടുകയും അവരംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആർക്കാണ് പ്രശ്നം ഇക്കാര്യത്തിൽ? അതൊക്കെ ഒരു വാദത്തിന് വേണ്ടിയുള്ള ഒരു വാദഗതിയല്ലേ? അത് ഒരു വാദത്തിന് മാത്രമുള്ള വാദം എന്നതിനെ ചുരുക്കി കാണാൻ അങ്ങനെ പറയാൻ കഴിയില്ല. അല്ല,
തഹാവൂർ റാണയെ പാർപ്പിച്ചിരിക്കുന്ന തീഹാർ ജയിലിലെ സുരക്ഷയും ഇവിടെ 100-200 അല്ലെങ്കിൽ 100-500 ക്രൈസ്തവര് കുരുത്തോലയുമായിട്ട് അവർ പ്രദക്ഷിണത്തിന് പോകുന്നത് അതൊക്കെ ഒരു സുരക്ഷയുടെ ഭാഗമാണ്. പക്ഷേ ഞാനൊരു സെക്യൂരിറ്റി എക്സ്പേർട്ട് ഒന്നുമല്ല ശങ്കുട്ടിദാസ്. അതിന് വളരെ കൃത്യമായ കാരണങ്ങൾ അവിടെ കേന്ദ്ര സർക്കാർ തന്നെ വെച്ചിട്ടുണ്ട്. മന്ത്രി ജോർജ് കുര്യൻ തന്നെ ഈ വിഷയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിൽ നിൽക്കുന്ന അതിസുരക്ഷാ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എല്ലാ സംഘടനകൾക്കും എല്ലാ സമുദായങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു റെഗുലേഷനാണ് ഡൽഹി പോലീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പബ്ലിക് മീറ്റിംഗ്സോ ഗ്യാതറിംഗ്സോ റാലികളോ ഈ ദിവസങ്ങളിൽ ഡൽഹിയിൽ അനുവദിക്കില്ല എന്നുള്ളതാണ്. അത് ഹനുമൽ ജയന്തി എന്ന് പറഞ്ഞ ഡൽഹിയിൽ വലിയ ഫെസ്റ്റിവൽ ആണ്. ഹനുമാൻ ജയന്തി ജനാനിവിടെ ഇരിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ അമ്പലത്തില് മാത്രമേ ഡൽഹിയിലെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ്. പക്ഷെ ഈ സാഹചര്യത്തിൽ ഹനുമൽ ജയന്തി പ്രൊസഷൻസിന് അനുമതി നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഹനുമൽ ജയന്തി പ്രൊസഷൻ അവിടെ നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ കുരുത്തോല പ്രദക്ഷിണത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വെച്ചു. അത് സഭാ നേതൃത്വം വളരെ ഗ്രേസ്ഫുള്ളി അതിന്റെ ഗൗരവം മനസ്സിലാക്കിയത് സ്വീകരിച്ചു. ഡൽഹി ആർച്ച് ബിഷപ്പ് അതുമായി ബന്ധപ്പെട്ട് പത്രപ്രസ്താവന പുറപ്പെടുവിക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുകയും ചെയ്തു. എന്നിട്ട് എന്താണ് പ്രതീകാത്മകമായിട്ടുള്ള കുരുത്തോല പ്രദക്ഷിണം വളരെ ചെറിയൊരു ഏരിയയിൽ നടത്തുകയും ചെയ്തു. അതിന്റെ ചിത്രങ്ങൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കെ ആർച്ച് ബിഷപ്പിനും പ്രശ്നമില്ല, വിശ്വാസികൾക്കും പ്രശ്നമില്ല, ഡൽഹി പോലീസിനും പ്രശ്നമില്ല, മറ്റാർക്കും പ്രശ്നമില്ല. ഈ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഇല്ലാത്ത പ്രശ്നം ഊതികീർപ്പിച്ചിട്ട് എന്തിനാണെങ്കിലും ബേജാറുണ്ടാക്കുന്നത് മനസ്സിലാവില്ല. ശങ്കുട്ടിദാസിന് പ്രശ്നം ഉണ്ടാകത്തില്ല, നസറത്ത് മാഡത്തിനും പ്രശ്നം ഉണ്ടാവില്ല, നീലിമയ്ക്കും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇന്ത്യയിലെ ക്രൈസ്തവ അല്ല ഡൽഹിയിലെ വിശ്വാസികള് അവിടെ ക്രൈസ്തവ വിശ്വാസവുമായിട്ട് പരമ്പരാഗതമായിട്ട് വർഷങ്ങളായിട്ട് ഈ ക്രിസ്തോന പ്രദക്ഷിണം നടത്തുന്ന അവിടുത്തെ വിശ്വാസികൾ അവർക്കതിൽ പ്രതിഷേധമുണ്ട്. പക്ഷേ ആ പ്രതിഷേധം ഭരണകൂട ഭീകരത എന്നല്ലേ ഇപ്പൊ അതിനെ നമുക്ക് വിളിക്കാൻ പറ്റുകയുള്ളൂ. കാരണം അവിടെ ഗവൺമെന്റ് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാർക്ക് ഇതിന് ഇറങ്ങാൻ പറ്റത്തില്ല. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തഹാവൂർ റാണയുടെ അറസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് ഓണം വരാൻ ഒരു മൂലം വേണമല്ലോ എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ ഇത് നിരോധിക്കാൻ ആഗ്രഹിച്ചവർക്ക് ഇപ്പോൾ കിട്ടിയ ഒരു മാർഗമായി എന്നത് മാത്രമേ. എത്ര ബാലിശമാണ് ശ്രീ സേനാപതി വേണു ഇങ്ങനെയൊക്കെയുള്ള വാദമുഖങ്ങൾ നിരത്തുന്നത്. വളരെ മോശമാണ്, വളരെ മോശമാണ്. കാരണം തഹാവൂർ റാണയെ പോലെ ഒരു കൊടും ഭീകരനെ വലിയ നിയമ പോരാട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഭാരതം തിരികെ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. 166 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുത്തിയ ആ കൊടും കുറ്റവാളിയെ, ആ കൊടും ഭീകരനെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിശക്തമായ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കോൺഗ്രസ് സർക്കാരിനൊന്നും അക്കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല. നരേന്ദ്രമോദി സർക്കാരിന് അക്കാര്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഡൽഹിയിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, തഹാവൂർ റാണയുടെ ജീവൻ നിലനിർത്തുക, അയാൾ സുരക്ഷിതനായിരിക്കുക എന്നത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഈ ഗൂഢാലോചനയ്ക്ക്, ആ കൂട്ടക്കുരുതിയുടെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ വളരെ കൃത്യമായി പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ ഭാരതത്തിന്റെ ആവശ്യം. അതുകൂടി കണക്കിലെടുത്താണ് ഡൽഹിയിലെ സുരക്ഷ എന്ന് താങ്കൾ മനസ്സിലാക്കുമല്ലോ. അല്ല, ദില്ലി എന്ന് പറയുന്നത് ഈ കേരള സംസ്ഥാനത്തിന്റെ ഏതാണ്ട് ഒരു മുക്കാലോളം ഉള്ള ഒരു പ്രദേശമാണ്. ഈ തീഹാർ ജയിലിൽ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. അതിനുശേഷം NIA ആസ്ഥാനത്ത് NIA കെട്ടിടത്തിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. ഡൽഹി ബിഷപ്പ് ഹൗസ് എന്നൊക്കെ പറയുന്ന അതിലൊക്കെ എത്രയോ ദൂരെ അവിടെ 100-200 100-500 ആളുകൾ കുരുത്തോലയുമായിട്ട് ഇറങ്ങുന്നത് തഹാവൂർ റാണയെ പാർപ്പിച്ചിരിക്കുന്ന ആ പ്രദേശത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടാകും എന്നൊക്കെ പറയുന്നത്. അയാളെ എന്താ പറഞ്ഞ മൈതാനത്തോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ അയാളെ പാർപ്പിച്ച സ്ഥലത്ത് സുരക്ഷാ ഭീഷണി ഉണ്ടാവും എന്നല്ല പറഞ്ഞത്. അയാളുടെ വിചാരണ തടസ്സപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഡൽഹിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ പറയുന്ന 500 പേര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ, അവർക്ക് നേരെ ഒരു കല്ലേറുണ്ടായാൽ, അവർക്ക് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അത് വലിയ പ്രശ്നമാക്കിയിട്ട് എടുത്തു പിടിച്ച് അത് കേന്ദ്ര സർക്കാരിന് അതിന്റെ പ്രതിഷേധം നടത്തണം. അങ്ങനെ ഒരു അതിക്രമത്തിനുള്ള അവസരം ഉണ്ടായില്ല എന്നുള്ളതിൽ നിങ്ങളുടെ നിരാശയങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ശങ്കുട്ടിദാസും ഡൽഹി പരിചയമുള്ള ആളാണ്, നസറത്ത് മാഡവും പരിചയമുള്ള ആളാണ്, എനിക്കും ദീർഘമായിട്ട് പരിചയം. നീലിമ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരു സമയത്ത് ന്യൂഡൽഹിയിലാണെങ്കിലും പഴയ ഡൽഹിയിലാണെങ്കിലും എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് യാത്രക്കാർ അവിടെ വന്നിറങ്ങുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന കലാപമോ ബഹളമോ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ തഹാവൂർ റാണയുടെ വിചാരണയെ തടസ്സപ്പെടുത്തുന്നു എന്ന ആളുകൾക്ക് അവിടെ ഒരു കല്ലേറ് നടത്തിയാൽ മതിയല്ലോ. അപ്പൊ ഇതൊന്നും
എന്താ പറഞ്ഞ ഒരു വിശ്വാസ്യമായ രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോജിക്കിന്റെ അടിസ്ഥാനത്തിലോ പറയുന്ന ഒരു കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഹനുമാൻ ജയന്തി ഘോഷയാത്ര നടന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ കലാപം നടക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഹനുമാൻ ജയന്തി ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. മന്ദിറിൽ പൂജകൾ നടന്നു, ആർക്കും പ്രശ്നമില്ലല്ലോ. അതിന് വിശ്വാസികളുടെ ഗവൺമെന്റ് എന്തിനാണ് ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയ്ക്ക് എന്തിനാ അനുമതി നിഷേധിക്കുന്നത്? അത് ഗവൺമെന്റിന് കൃത്യമായ കാരണങ്ങളുണ്ട് ശ്രീ സേനാപതി വേണു. നമ്മുടെ ആ നിഷേധത്തിന്റെ പേര് സുരക്ഷാ കാരണങ്ങളാൽ സേനാപതി വേണു സുരക്ഷാ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏജൻസികൾ, നമ്മുടെ സുരക്ഷാ ഏജൻസികൾ എടുക്കുന്ന നിലപാടുകൾ എന്താണ്? അതൊന്നും ചോദ്യം ചെയ്യാൻ തൽക്കാലം നമുക്ക് തൽക്കാലം അത് ചോദ്യം ചെയ്യണ്ട.